മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. സ്നേഹസ്വരൂപനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കരുണയുടെ ഈ മണിക്കൂറിൽ അങ്ങയുടെ കൂടെയായിരിക്കാൻ സാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലായിരുന്നു അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അണയുമ്പോൾ കർത്താവേ, ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളുമൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഒത്തിരിയേറെ വേദനയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ആരോടും പറയാത്ത, ആർക്കും അറിയാത്ത ഒത്തിരിയേറെ സങ്കടങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു. എങ്കിലും ഈശോയെ, അങ്ങ് അതെല്ലാം അറിയുന്നു. മറ്റാരെയേക്കാൾ കൂടുതലായി കർത്താവെ അങ്ങ് എന്നെ മനസ്സിലാക്കുന്നു. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ അതങ്ങ് അറിയുന്നുവെന്ന് സങ്കീർത്തകനോടൊപ്പം കർത്താവെ ഞാനും ഏറ്റു പറയും. കരുണയുടെ ഈ മണിക്കൂറിൽ ഈശോയെ, അങ്ങയുടെ കൂടെയായിരിക്കുന്ന ഈ നിമിഷം എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയുടെ മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. എൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും, എൻ്റെ എല്ലാ കഴിവുകളും കുറവുകളും, കർത്താവെ എന്നിലെ എല്ലാ നേട്ടങ്ങളും എല്ലാ കോട്ടങ്ങളും എല്ലാ പോരായ്മകളും അങ്ങയുടെ തിരുസന്നധിയിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു. കരുണയുള്ള കർത്താവെ, അങ്ങനെ സ്വീകരിക്കണമേ. അങ്ങനെ സ്നേഹം കൊണ്ട് അങ്ങനെ നിറയ്ക്കണമേ. അങ്ങനെ വിശുദ്ധീകരിച്ച് ഏറ്റെടുക്കണമേ. കർത്താവെ, ഈ ഒരു നോമ്പുകാലം അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് എൻ്റെ വേദനകൾ ഏറ്റെടുത്തു. എൻ്റെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ അങ്ങ് വഹിച്ചു. അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി. അങ്ങയുടെ ആ സ്നേഹത്തിന് മുൻപിൽ ശിരസ്സ് നമിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നമ്മൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. ചിലപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ എങ്ങനെ പെരുമാറണം, എന്ത് തീരുമാനമെടുക്കണം, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ, കഷ്ടപ്പാടുകളെ, പ്രയാസങ്ങളെ, അല്ലെങ്കിൽ പാപത്തിൻ്റെ തിന്മയുടെ മേഖലകളെ പോലും എങ്ങനെ നേരിടണമെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാകാതെ പോകും. ഞാൻ എന്തു ചെയ്യും? പലപ്പോഴും ദൈവസന്നിധിയിൽ നിസ്സഹായരായിട്ട് നമ്മൾ നിൽക്കും. കർത്താവേ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? സങ്കീർത്തകൻ്റെ പുസ്തകം 55-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. വചനം പറയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഒരുപക്ഷെ പഠനത്തിൻ്റെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, കുടുംബജീവിതത്തിൻ്റെ ആയിരിക്കാം, വ്യക്തി ജീവിതത്തിൻ്റെ ആയിരിക്കാം. എൻ്റെ എല്ലാ ഭാരങ്ങളും ഞാൻ എന്താ ചെയ്യുന്നത്? മത്തായി 11:28 കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ചുമട് കുറഞ്ഞതുമാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മടിക്കുന്ന, മറന്നു പോകുന്ന, പലപ്പോഴും അറിയാതെ പോകുന്നൊരു കാര്യം ഇതാണ്, എൻ്റെ ഭാരം, എൻ്റെ സ്ട്രഗിൾ, എൻ്റെ വിഷമം ഞാൻ കർത്താവിനെ ഏൽപ്പിക്കണം. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാണ് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്നത്. കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ചത്. എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്ത കടം എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് പാപം ചെയ്യാത്തവൻ പാപിയെപ്പോലെ ശിക്ഷിക്കപ്പെട്ടു. എൻ്റെ കടം വീട്ടുവാൻ വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ബലിയായി.
അതുകൊണ്ടാണ് എൻ്റെ കർത്താവിനെ നോക്കി ഞാൻ പറയുന്നത്, അങ്ങാണ് എൻ്റെ രക്ഷകൻ. കർത്താവാണ് എൻ്റെ രക്ഷകൻ. എൻ്റെ രക്ഷകൻ കർത്താവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും ഞാൻ കടന്നു പോകുന്ന എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഓരോ വേളകളിലും എന്നെ രക്ഷിക്കുന്നതും രക്ഷിക്കേണ്ടതും കർത്താവാണ്. പക്ഷേ പ്രിയമുള്ളവരെ, സങ്കടമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും കർത്താവിനേക്കാൾ കൂടുതലായിട്ട് മറ്റു പലതിനെയുമാണ് ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ആശ്രയം വയ്ക്കുന്നത് നമ്മളിൽ തന്നെയായിരിക്കാം. നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ സാമർഥ്യം, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ നമ്മളിലും മറ്റു പലതിലുമായ കാര്യങ്ങളിൽ നമ്മൾ ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുവാണ്. ഞാൻ കടന്നു പോകുന്നൊരു വിഷമഘട്ടത്തിൽ ഞാൻ പറയുകയാണ്, ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന കാര്യങ്ങൾ ഈ ഒരു സമയം ചെയ്യും. ജീവിതത്തിൽ നമ്മൾ മുറിവേൽക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ഞാൻ വീണ്ടും തീരുമാനിക്കും, ഇതിൽ നിന്ന് ഞാൻ ഈ തീരുമാനമെടുത്ത് എന്നെ തന്നെ രക്ഷിക്കാൻ പരിശ്രമിക്കും. എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നൈസായിട്ട് അകറ്റി നിർത്തുക. നമ്മളെ സൗകര്യപൂർവ്വം കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. എന്നിട്ട് പറയും, കർത്താവല്ല, ഞാൻ തീരുമാനിക്കും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്ന്. അതിൻ്റെ ഫലമായി പലപ്പോഴും പ്രിയമുള്ളവരെ, ആദ്യത്തേതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് നമ്മൾ വീണു പോകുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിനറിയാം മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നോട് പറയുന്ന കാര്യം ഇതാണ്, നിൻ്റെ ഭാരം നീ എന്നെ ഏൽപ്പിക്കുക. എന്തിനാണ് നീ നിൻ്റെ ഭാരം സ്വയം നീ മാത്രമായിട്ട് ചുമക്കുന്നത്? കർത്താവ് പറഞ്ഞു, നീ എൻ്റെ നുകം വഹിക്ക്, അത് എളുപ്പമുള്ളതാണ്. പ്രിയമുള്ളവരെ, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ നുകം കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, നുകം 2 കാളകൾ ഒരുമിച്ച് വഹിക്കുന്ന ഒരു കാര്യമാണ് നുകം. അത് 2 കാളകൾ ഒരുമിച്ച് നിലമുഴുമ്പോൾ അതിന് രണ്ടിനെയും കഴുത്ത് ആ നുകത്തിൻ്റെ മേൽ വെച്ച് അവർ 2 പേരും ഒരേ ദിശയിൽ ഒരേപോലെ മുന്നോട്ട് പോകാനാണ് നുകം കാളകളുടെ കഴുത്തിൽ അല്ലെങ്കിൽ കഴുതകളുടെ കഴുത്തിൽ നുകം വയ്ക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ജീവിത ഭാരങ്ങളെ, ഒരുപക്ഷെ എൻ്റെ സങ്കടങ്ങളാകാം, എനിക്ക് വന്നുപോയ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധമാകാം, ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പരാജയങ്ങളും വേദനകളുമൊക്കെ ആകാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതരത്തിലുള്ള നുകങ്ങൾ വഹിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, എൻ്റെ നുകത്തിൻ്റെ ഒരു വശത്ത് ഞാനുണ്ട്, എൻ്റെ നുകത്തിൻ്റെ മറുവശത്ത് ആരാണ്? എൻ്റെ നുകത്തിൻ്റെ മറുവശത്ത് എൻ്റെ കൂട്ടുകാരാണോ? എൻ്റെ നുകത്തിൻ്റെ മറുവശത്ത് ഞാൻ എന്നെ രക്ഷിക്കാൻ പറ്റും എന്ന് കരുതുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും ലൗകിക മോഹങ്ങളും വസ്തുക്കളുമാണ്. നമുക്കറിയാം, നമ്മുടെ നുകം വഹിക്കാനും നമ്മളെ ജീവിതത്തെ അതിൻ്റെ ഏറ്റവും പരിപൂർണതയിലേക്ക് എത്തിക്കാനും ഇതിനൊന്നിനും സാധിക്കില്ല. എന്നാൽ കർത്താവ് പറയാണ്, നീ ഭാരപ്പെടുമ്പോൾ എൻ്റെ അടുത്ത് വാ, ഞാൻ നിൻ്റെ കൂടെ നുകം വഹിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ കർത്താവ് കൽപ്പിക്കുന്ന ആ നുകം എന്നിൽ ഏറ്റെടുക്കുമ്പോൾ കർത്താവ് പറയാണ്, നിൻ്റെ നുകത്തിൻ്റെ മറുവശത്ത് ഞാനുണ്ട്, നിൻ്റെ ഭാരം ഞാൻ വഹിക്കാം. അപ്പോൾ നമുക്കറിയാം, എൻ്റെ ഭാരത്തിൻ്റെ ഭാരമുള്ള ചുമടെല്ലാം കർത്താവ് ഏറ്റെടുക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിവർന്നു നിൽക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവേ ചങ്കുറപ്പോടെ തലയെടുപ്പോടെ നിൽക്കാൻ എനിക്ക് സാധിക്കും. കാരണം എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ചുമട്, എൻ്റെ അധ്വാനം, എൻ്റെ പ്രതിസന്ധികൾ എന്നെ താഴ്ത്തിക്കളയുന്നില്ല. ഭാരം മൂലം ഞാൻ തളർന്നു പോകുന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ കഷ്ടപ്പാടുകളിൽ, എൻ്റെ വേദനകളിൽ എൻ്റെ ഭാരം വഹിക്കാൻ എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. പക്ഷേ കാര്യം ഇതാണ്, കർത്താവ് എൻ്റെ നുകം വഹിക്കാൻ റെഡിയാണെങ്കിലും ഞാൻ എൻ്റെ ഭാരം കർത്താവിന് കൊടുക്കുമ്പോഴാണ് അത് അവിടുന്ന് എനിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്. 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നു, നിന്റെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിന്റെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇപ്പോഴും പറഞ്ഞതെന്താ? സങ്കീർത്തകൻ 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക.
നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് അനുവാദം കൊടുക്കുവാണ്, അധികാരം കൊടുക്കുവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ മേലുള്ള ഉത്തരവാദിത്തം ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കുവാണ്. ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കുവാണ്. ഈ മൊബൈൽ ഫോണിനെ അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കും, കാത്തുകൊള്ളും, കേടുപാട് പറ്റില്ല എന്ന് പറഞ്ഞാണ് എനിക്ക് വിശ്വാസമുള്ള ഒരാളെ, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളെ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി എൻ്റെ മൊബൈൽ ഫോൺ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എനിക്ക് പിന്നെ ടെൻഷനില്ല. കാരണം ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് ഞാൻ ആവലാതിപ്പെടേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ശരണം വെച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് ഞാൻ ആ മൊബൈൽ ഫോണിൻ്റെ മേൽ അധികാരം കൊടുത്തു, പെർമിഷൻ കൊടുത്തു. ആ വ്യക്തി അതിനെ നോക്കിക്കൊള്ളും, ഉപയോഗിച്ചുകൊള്ളും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും. ഞാൻ പൂർണ്ണ മനസ്സോടെ, ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ എടുത്ത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൻ്റെ പടത്തിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന അതേ വാക്കുകൾ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ബിലീവ് ഇൻ യു. ഈശോയെ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. എൻ്റെ പ്രശ്നങ്ങളെ കർത്താവെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇനി മുതൽ എൻ്റെ പ്രശ്നങ്ങൾ കർത്താവ് നോക്കിക്കൊള്ളും. എൻ്റെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, കഷ്ടപ്പാടുകളിൽ, വേദനകളിൽ, പരാജയങ്ങളിൽ, ദുഃഖങ്ങളിൽ, ഞാൻ കടന്നു പോകുന്ന മനസ്സിൻ്റെ വേദനകളിൽ, എൻ്റെ രോഗാവസ്ഥയിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അതിനെ ഏറ്റെടുക്കുന്നതും നോക്കുന്നതും അതിനെ പരിഹരിക്കുന്നതും കർത്താവാണ്. ആ ഒരു ബോധ്യത്തോടെയാണ് ഞാൻ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും എടുത്ത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത്, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇനി ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണ്, എൻ്റെ കുടുംബം കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണ്, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണ്, എൻ്റെ പഠനം കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണ്. കാരണം അതിൻ്റെ മേൽ ഞാൻ കർത്താവിനെ അതെടുത്ത് ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു. അതിനെ വേണ്ടതുപോലെ ക്രമപ്പെടുത്തുവാൻ ഞാൻ കർത്താവിന് അനുവാദം കൊടുത്തു. ഈശോയിൽ പ്രിയമുള്ളവർ, ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നിട്ട്, ഞാൻ ഇതുവരെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാത്ത ജീവിത മേഖലകൾ, ഈശോയെ കടന്നു വരാൻ അനുവദിക്കാത്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് ഈശോയെ വിളിച്ച് അതെടുത്ത് കർത്താവിൻ്റെ കൈ കൊടുക്കാം. കർത്താവേ, ഈ പ്രശ്നം ഞാൻ നിനക്ക് തരുന്നു, ഈ ബുദ്ധിമുട്ട് ഞാൻ നിനക്ക് തരുന്നു, ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ പഠനം നിനക്ക് തരുന്നു, ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി ഈശോയെ നിനക്ക് തരുന്നു. ഇനി മുതൽ ഞാനല്ല, കർത്താവിനാണ് ഇതിൻ്റെ മേൽ എല്ലാ അധികാരം. അവിടെ ഞാൻ കൊടുത്തതിൻ്റെ മേൽ കർത്താവ് കൃപ വർഷിക്കും. ഞാൻ കൊടുത്തതിൻ്റെ മേൽ കർത്താവ് കൃപ വർഷിക്കും. ഞാനൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഒരാളുടെ കയ്യിൽ ഒരു പേനയും കൊടുത്തിട്ട് പറയാണ്, ഞാൻ പറയുന്നത് പോലെ മാത്രമേ എഴുതാവൂ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഞാൻ പറയുന്നത് പോലെ മാത്രമായിരിക്കും ആ പേപ്പറിൽ എഴുതുന്നുള്ളൂ. അവിടെ ഞാൻ പറയുന്നതിനപ്പുറം ശരിയുണ്ടെങ്കിലും നല്ലതുണ്ടെങ്കിലും അതിനേക്കാൾ നന്നായിട്ട് ആ പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമെങ്കിലും ആ വ്യക്തി വരയ്ക്കില്ല. എന്നാൽ ഞാനൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഒരു വ്യക്തിയെ കൊടുത്തിട്ട് പറയാണ്, നിന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഈ പേപ്പറിനെ മനോഹരമാക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാ പെർമിഷനും ഉണ്ട് ആ പേപ്പർ കഷ്ണത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ. പ്രിയമുള്ളവരെ, ഈശോയുടെ കയ്യിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനല്ല കർത്താവിനോട് പറയേണ്ടത്. കർത്താവേ, നീ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെയും ഞാൻ നിനക്ക് തന്ന പ്രതിസന്ധികളെയും മനോഹരമാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് ഞാൻ സാക്ഷ്യം പിടിക്കുമ്പോൾ അവിടെ എൻ്റെ ചിന്തകളും എൻ്റെ സങ്കല്പങ്ങളും ഞാൻ ശരിയെന്ന് കരുതുന്നതുമൊക്കെ വളരെ പരിമിതമാണ്. ഏത് നിമിഷം വേണമെങ്കിലും തെറ്റിപ്പോകാം. ഇന്ന് നല്ലതെന്ന് കരുതുന്നത് നാളെ ദോഷമായി ഭവിച്ചേക്കാം. എന്നാൽ ഈശോയുടെ കയ്യിൽ ഞാൻ അതിനെ ഏൽപ്പിക്കുമ്പോൾ അനന്ത നന്മ സ്വരൂപിയായ ദൈവം, എന്നെ സൃഷ്ടിച്ച, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് എൻ്റെ ജീവിത പ്രതിസന്ധിയെ, എൻ്റെ ജീവിതത്തെ അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ലോകമാസകലമുള്ള എല്ലാ പാപികളെ അങ്ങേ കരുണക്കടലിൽ ഞങ്ങൾ മുക്കിയെടുക്കുന്നു. കർത്താവെ, അവരെ മാനസാന്തരത്തിലേക്കും ജീവിത വിശുദ്ധിയിലേക്കും അങ്ങ് നയിക്കണമേ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, തിരുസഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും സഹോദര്യത്തിലും കാത്തുകൊള്ളണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, കുടുംബജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗവും ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നു പോകട്ടെ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവിൻ്റെ കൃപ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ സാമ്പത്തിക മേഖല, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്ലാനുകളും പദ്ധതികളും സമർപ്പിക്കുന്നു. അവയെ ഏറ്റെടുത്ത് അങ്ങ് പരിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ, പ്രത്യേകിച്ചും രോഗികളായിട്ടുള്ളവരെ സമർപ്പിക്കുന്നു. വിവിധതരം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരെ സമർപ്പിക്കുന്നു. ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവരെ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നിടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ